കിഫ്ബിയുടെ നേട്ടം കേരളത്തിന്റെ വികസനത്തിന്റെ പാതയ്ക്ക് പുതിയ ദിശ നൽകുന്നതോ എന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുകയാണ്. ന്യൂസ് ആൻഡ് ന്യൂസിലെ ഇന്നത്തെ അതിഥികൾ KN ഹരിലാൽ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം, PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, ജോർജ് ജോസഫ്, സാമ്പത്തിക വിദഗ്ധൻ. KN ഹരിലാലിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ശ്രീ KN ഹരിലാൽ, കിഫ്ബി ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് കേരളം ചർച്ച ചെയ്യുന്നു. പക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടത്തിൽ കേരളത്തിനോട് പ്രതികരിക്കുന്നത് വലിയ ആശങ്കകളാണ്. ഇതിന് ഇടനിലക്കാരുണ്ടോ? എന്താണ് ഇതിനു പിന്നിലെ സംഭവങ്ങൾ? ഇതിന്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ഒരു പറ്റം ആശങ്കകളാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് പങ്കുവയ്ക്കുന്നത്. ഈ ആശങ്ക മസാല ബോണ്ട് എന്ന് കേൾക്കുന്നതിൽ ഒരു കൗതുകമുണ്ട്. അത് നമുക്കറിയാം, KN ഹരിലാലിനെ പോലെയുള്ളവർക്ക് വ്യക്തമായും പറയാൻ കഴിയും. സാധാരണക്കാരനെ സംബന്ധിച്ച് എക്കണോമിക് ടേമുകളെ കൃത്യമായി അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും കഴിയുന്നില്ല. കുറച്ചുകൂടി സങ്കീർണമാണ്, ലളിതമല്ല. എന്താണ് മസാല ബോണ്ടിനെ ഇത്ര ആശങ്കകളോട് കൂടി കേരളത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വയ്ക്കുന്നതിന്റെ കാരണം? ഇതിന് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വികസനത്തിന് സാർവദേശീയ കമ്പോളത്തിൽ നിന്ന്, മൂലധന കമ്പോളത്തിൽ നിന്ന് സാമാന്യം ഭേദപ്പെട്ട നിരക്കിൽ, നമുക്ക് സ്വീകാര്യമായ നിരക്കിൽ പണം മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യമാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ കിഫ്ബിയിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏകദേശം 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ സംഭവം നൽകുന്നത്. ഇത് കടപ്പത്രമാണ്. ആ കടപ്പത്രം കേരളത്തിന് വേണ്ടി കടം തന്ന് സഹായിക്കാൻ, കടപ്പത്രം വാങ്ങി സഹായിക്കാൻ കമ്പനികൾ മുന്നോട്ട് വരുന്നു. ആ കമ്പനികൾ വയ്ക്കുന്ന, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ നമുക്ക് സ്വീകാര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത് കിഫ്ബി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് പല പ്രധാനപ്പെട്ട കമ്പനികളും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇതുപോലെ കടം എടുക്കുമ്പോൾ, കടപ്പത്രത്തിലൂടെ കടമെടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ പലിശയ്ക്കാണ് നമുക്ക് ഈ വായ്പ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇനി ഈ കമ്പനിയുടെ വായ്പ വേണ്ട, വേറെ ഏതെങ്കിലും ഇപ്പോൾ കിഫ്ബിയുടെ കടപ്പത്രം വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ള കമ്പനികൾക്ക് പകരം വേറെ കമ്പനികളെ കൊണ്ട് കടപ്പത്രം വാങ്ങിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനോ മറ്റ് ഏതെങ്കിലും ഏജൻസിക്കോ താല്പര്യമുണ്ടെങ്കിൽ അതിനും തടസ്സമില്ല. നമുക്ക് കൂടുതൽ പണം മൊബിലൈസ് ചെയ്യാം. ഇതിനേക്കാളും പലിശ കുറച്ച് ആരെങ്കിലും ഈ കിഫ്ബിയുടെ കടപ്പത്രം എടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ യാതൊരു തടസ്സവുമില്ല. അതിന് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വരട്ടെ. അതിനുള്ളിൽ ശ്രീ KN ഹരിലാൽ, ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയിൽ കൂടിയാണല്ലോ, കേരളത്തിന്റെ ഒരു ഭാവിയെ നിർണായകമായി സ്വാധീനിക്കുന്ന കാഴ്ചപ്പാടാണോ കിഫ്ബിക്കുള്ളിൽ ഉള്ളത് എന്ന ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയർന്നതാണ്. അതിന് പ്രതിപക്ഷം വിളിച്ച പേര് സ്വപ്നം മാത്രം എന്നും സ്വപ്നാടകൻ എന്നുമൊക്കെയാണ്. ഇന്നും രമേശ് ചെന്നിത്തല അത് ആവർത്തിക്കുകയും ചെയ്തു. സ്വപ്നാടകൻ എന്ന ധനമന്ത്രിയെ വിളിക്കുന്നതിൽ നിന്ന് താൻ പിന്നോട്ട് പോകുന്നില്ല, കിഫ്ബി ഒരു സ്വപ്ന സങ്കല്പമായി തന്നെയാണ്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും. ഈ മസാല ബോണ്ട് വഴി കേരളത്തിന്റെ വികസനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദൂരവ്യാപകമായ മാറ്റങ്ങൾ, ഭാവി, അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ പറയാൻ കഴിയുമോ? പ്രതിപക്ഷ നേതാവൊക്കെ സൂചിപ്പിക്കുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൊള്ള പലിശയ്ക്ക് കൊടുക്കുന്നു, ഇതിനുള്ളിൽ ചില ദുരൂഹതകളുണ്ട് എന്നൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ ഇതൊരു വലിയ നേട്ടമായി കൂടിയാണ് മുന്നോട്ട് വരുന്നത്. കാരണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഈ ബോണ്ട് വാങ്ങിക്കാൻ ആളുകൾ കൂടുന്നതിന്റെ അതിന് പിന്നിലെ സങ്കീർണതകൾ എന്തൊക്കെയായിരുന്നു? കേരളം എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഹരിലാൽ, ഇവിടെ കാണേണ്ടത്, ഇത് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, സമീപനമാണ്. അതായത് നമുക്ക് വായ്പ എടുക്കാനായിട്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ചില നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് 3% വരെ നമുക്ക് വായ്പ എടുക്കാൻ കഴിയും. ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ധനക്കമ്മിയുടെ പരിധി 3%. അത് സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വലിയ തടസ്സമാണ് എന്നുള്ള വിമർശനം വന്നിരുന്നു. ഇടതുപക്ഷം പറഞ്ഞത് കൂടുതൽ വായ്പ എടുക്കാനുള്ള ശേഷി നമുക്കുണ്ട്, ബജറ്റിലൂടെ നമുക്ക് വായ്പ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സമാന്തരമായ വേറൊരു ഏജൻസി മുഖേന നിയമപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നിയമം അനുവദിക്കുന്ന രീതിയിൽ വേറൊരു വഴിയിലൂടെ വായ്പ കണ്ടെത്തും. അതിനാണ് കിഫ്ബി എന്ന ഈ സ്ഥാപനത്തിൻ്റെ സാധ്യത നമ്മൾ തേടിയത്. അത് ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ അത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. 50,000 കോടി രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിയുമോ
ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുമോ, അതിന് വിഭവം എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് സ്വപ്നാടനം തുടങ്ങിയ ഈ ആരോപണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 50,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനാവശ്യമായ പണവും മൊബിലൈസ് ചെയ്ത് തുടങ്ങി. പണച്ചെലവ് വരാൻ പോകുന്നതേ ഉള്ളൂ. കിഫ്ബിയിൽ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികൾ ഇപ്പോൾ ചിലതൊക്കെ നടപ്പാക്കി തുടങ്ങി. അതിൻ്റെ ചെലവ് വരുന്ന മുറയ്ക്ക് അതിനാവശ്യമായ പണം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തിൽ പ്രതിപക്ഷവും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഈ തരത്തിലുള്ള ബാലിശമായിട്ടുള്ള സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഗൗരവമായിട്ടുള്ള ചർച്ച, ഭാവിയിൽ കിഫ്ബിയെ എങ്ങനെ കൊണ്ടുപോകണം, ഈ വായ്പാ സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്ന റിസ്കുകളെ നമ്മൾ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യപരമായി ചർച്ച ചെയ്യുന്നതിന് പകരം മറിച്ച് ഇപ്പോൾ ഈ കടപ്പത്രം വാങ്ങിയത് ആരാണ്, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തുടങ്ങിയ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഈ അന്തർദേശീയ മൂലധന കമ്പോളത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ബോണ്ട് മാർക്കറ്റിനെ കുറിച്ച് പ്രാഥമികമായ ധാരണയില്ലാത്തവരാണ്, നിർഭാഗ്യകരമായിട്ട് പറയട്ടെ, പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവരെ ഉപദേശിക്കുന്നത്. തീർച്ചയായും കെയ്ൻ ഹരിലാൽ, അത് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ചോദിച്ചതും. അങ്ങനെ ഒരു പ്രാഥമികമായ ധാരണ ഇക്കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടും ഈ വാക്കുകൾ സാമ്പത്തിക മേഖലയിൽ സങ്കീർണമായി നിൽക്കുന്നത് കൊണ്ടുമുള്ള ധാരണയില്ലായ്മയുടെ പ്രതികരണം തന്നെയാണോ? പിന്നെ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു സ്വപ്നം നിയമസഭയിൽ പറഞ്ഞു, അത് നടപ്പിലാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. ഇപ്പോഴും കിഫ്ബി വഴി കേരളത്തിൽ ഒന്നും സാധ്യമായിട്ടില്ല എന്നാണ്. പക്ഷെ താങ്കൾ പറയുന്നു പല മേഖലകളിലും, പല കോടികളുടെ കാര്യങ്ങൾ കൂടി താങ്കൾ സൂചിപ്പിച്ചതാണ്, പല മേഖലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് ലഭിക്കുന്ന നിലയിൽ പുരോഗമിക്കുകയാണ്. അത് കൃത്യമായി തന്നെ താങ്കൾക്ക് അടിവരയിട്ട് പറയാനാകുമോ? കിഫ്ബി കേരളത്തിൽ തുടങ്ങിവെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പുരോഗതി ഏത് നിലയിലാണ്? യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ MLA-മാരെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. എല്ലാ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികരുടെയും കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷ MLA-മാരും പരസ്പരം മത്സരിക്കുകയാണ് കിഫ്ബി വഴിയായിട്ടുള്ള പ്രോജക്റ്റുകൾ അനുവദിക്കാൻ. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള മത്സരവും കിഫ്ബി ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളമായിട്ട് സ്കൂളുകൾ അടക്കമുള്ള, അതുപോലെ തന്നെ പാലങ്ങളടക്കമുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ചിലതിൻ്റെ എല്ലാം പണി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് MLA-മാർക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തു നിന്നുള്ള MLA-മാർ കിഫ്ബി വഴിയുള്ള പ്രോജക്റ്റുകൾ വേണ്ടെന്ന് വെക്കുമായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിവരയിട്ട് പറയട്ടെ, കേരളത്തിലെ നിയമസഭാ സാമാജികർ തമ്മിൽ, വകുപ്പുകൾ തമ്മിൽ കിഫ്ബിയിൽ നിന്നുള്ള പണം കിട്ടുന്നതിന് വേണ്ടി പ്രോജക്റ്റുകൾ സമർപ്പിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, മാധ്യമങ്ങൾക്കും ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മൂടി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം പറയട്ടെ, നേരത്തെ ഇത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമോ, അതിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ട് മന്ദഗതിയിൽ പോകുന്നു, കാര്യങ്ങൾ എന്തുകൊണ്ട് സാങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു വിമർശനം. എന്നാൽ ഈ വർഷം അത് മാറിയിരിക്കുന്നു. ധാരാളമായി പ്രോജക്റ്റുകൾ കേരളത്തിൽ ഏറ്റെടുക്കുന്നു, അതിന് അനുവാദം കൊടുക്കുന്നു, പ്രവർത്തികൾ ടെൻഡർ ആവുന്നു, പണികൾ തുടങ്ങുന്നു എന്നുള്ള നില കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം, മാധ്യമങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊന്നും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കരുത്, ചർച്ച ചെയ്യരുത് എന്നുള്ളതല്ല. ആരോഗ്യകരമായിട്ടുള്ള, ഇൻഫോംഡ് ആയിട്ടുള്ള ചർച്ച തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത്തരം ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തുന്നതിനാണ് നമ്മുടെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മാധ്യമങ്ങളും തയ്യാറാവുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ശ്രീ കെയ്ൻ ഹരിലാൽ, ഒറ്റ കാര്യം കൂടി ഞാൻ PM സുരേഷ് ബാബുലേക്ക് പോകുന്നതിനോട്, ഈ മസാല ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടണം, അതിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ്? അതിന്റെ സാധ്യതയും സാധുതയും എന്താണ്? അങ്ങനെ പുറത്തുവിടാൻ കഴിയുന്ന നിലയിലാണോ അതിന്റെ സംവിധാനങ്ങൾ ഉള്ളത്? അതിന്റെ എണ്ണം എത്രയായിരിക്കും? നിക്ഷേപകർ എങ്ങനെയാണ്? ആ വിവരങ്ങൾ മുഴുവൻ പുറത്തുവിടുന്നതോടുകൂടി മാത്രമേ ഇത് സുതാര്യമാവുകയുള്ളൂ എന്ന ആരോപണത്തിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ ഈ കിഫ്ബിയുടെ തന്നെ പത്രക്കുറിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇപ്പോൾ ബോണ്ട് വാങ്ങിച്ചവരുടെ വിശദാംശങ്ങൾ
അതൊരു സർക്കാർ കമ്പനിയാണ്, പെൻഷൻ ഫണ്ടാണ്. ആ പെൻഷൻ ഫണ്ട് ഇന്ത്യയിലെ മറ്റ് പല ബോണ്ടുകളിലും പണം മുടക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് അത് പണം ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നിയമപ്രകാരം അനുവദനീയമായ രീതിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാവുന്ന നിയമപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ നടത്തിയിരിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൽ നിയമങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിക്കപ്പെടാവുന്ന കാര്യമാണ്. ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള രഹസ്യവുമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സർക്കാർ മേഖലയിലുള്ള കമ്പനിയാണ്. ഇനിയും സർക്കാർ മേഖലയിൽ അല്ലാത്ത ഒരു കമ്പനി വന്നാൽ എന്താണ് തടസ്സം? നമ്മൾ ഒരു കമ്പനി ഓഹരി കമ്പോളത്ത് ഇറങ്ങി അതിൻ്റെ ഷെയറുകൾ വിൽക്കുമ്പോൾ, ആയിരക്കണക്കിന് പേർക്ക് ഷെയർ വിൽക്കുമ്പോൾ ആരൊക്കെയാണ് ആ ഷെയർ വാങ്ങിക്കുന്നത് എന്നുള്ളതല്ലല്ലോ ഒരു പരിഗണന. അതുപോലെ തന്നെ കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നു. എത്രയെല്ലാം കമ്പനികൾ, എത്രയെല്ലാം ഗവൺമെൻറ്റുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നാഷണൽ മാർക്കറ്റിലും കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു. ആ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങി കടം തരാൻ തയ്യാറാവുന്നവർ ആരാണെന്നുള്ളത് ആരാണ് പരിശോധിക്കുന്നത്? ആ തരത്തിലുള്ളൊരു പരിശോധനയുടെ പ്രസക്തി എന്താണ്? അതേസമയം നമ്മൾ കടം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഓഹരി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക, അവിടെ കൂടുതൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് കടപ്പത്രം വാങ്ങിച്ച് ന്യായമായ പലിശയ്ക്ക് ഇങ്ങോട്ട് കടം തന്നിരിക്കുകയാണ്. ആ പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള ആശങ്കകൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രീ PM സുരേഷ് ബാബു, എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതൊരു കൃത്യമായ ചുവടുവയ്പല്ലേ സുരേഷ് ബാബു? ഇതാദ്യമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗമാകുന്നു. ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരു ചുവടുവയ്പായി ഒരു സംസ്ഥാനം അതിന്റെ സാമ്പത്തിക പ്രതീക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുന്നത് KN ഹരിലാൽ പറഞ്ഞ വസ്തുതകൾ ശരിയാണെങ്കിൽ അതിനും അപ്പുറത്തേക്ക് സ്വപ്നങ്ങളായി മാത്രം കിഫ്ബി നിലനിൽക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറഞ്ഞത് സ്വജനപക്ഷപാതവും അഴിമതിയും ഇതിന് പിന്നിലുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് സുരേഷ് ബാബു? ഇതൊരു ബാലിശമായ വാദം തന്നെയല്ലേ? രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു പ്രസ്താവന മാത്രമല്ലേ സുരേഷ് ബാബു? ഇതിനകത്ത് രണ്ട് മൂന്ന് കമ്പോണൻ്റായിട്ട് ഇതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിതിനകത്ത് ഒരുപാട് ശ്രീ ഹരിലാൽ ഇവിടെ വളരെ ഭംഗിയായി ഈ കാര്യം ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിക്കാമോ അതൊക്കെ അദ്ദേഹം ന്യായീകരിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാനത് അതിൻ്റെ ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അതിനെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതിൻ്റെ മറുവശങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള താല്പര്യങ്ങളുള്ളത്. ഒന്ന് പ്രധാനമായും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ബോറോയിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ബോറോയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിസ്ക്കൽ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതാണ്. എന്നേക്കാൾ കൂടുതൽ ശ്രീ ഹരിലാലിന് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പ്ലാനിംഗ് ബോർഡിലൊക്കെ ഒരുപാട് തവണ ഇരുന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ കപ്പാസിറ്റി നമ്മളത് എക്സീഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ എൻവിസേജ് ചെയ്യുന്ന കേരള സംസ്ഥാനത്ത് നമ്മൾ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വിഷ്ഫുൾ തിങ്കിങ്ങിനോടൊന്നും ഞാൻ എതിര് നിൽക്കുന്ന ഒരാളല്ല. ഒരു ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് പ്രോസ്പെക്റ്റീവായിട്ട് നമ്മുടെ സംസ്ഥാനം വളരേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പണത്തിൻ്റെ ഒരു റിസോഴ്സസ് മൊബിലൈസേഷന് നിലനിൽക്കുന്ന ചില നിയമ തടസ്സങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോണ്ടിറക്കാൻ നമുക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനൊരു ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ അതിനെ സർക്കംവെന്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് കിഫ്ബിയെ ഗവൺമെൻറ് എടുത്തു വന്നിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപരമായി വിമർശിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറല്ല, പ്രതിപക്ഷം അതിനെ അടിസ്ഥാനപരമായി തയ്യാറല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശ് വേണം. ഏത് വികസന പദ്ധതികൾക്കായാലും, ഏത് അടിസ്ഥാന വികസനത്തിനായാലും, അതല്ല ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായാലും സർക്കാരിൻ്റെ കയ്യിൽ പണം വേണം. അപ്പോൾ പണം സ്വരൂപിക്കുന്നതിന് കണ്ട ഒരു വിദ്യ എന്നുള്ള നിലയിലാണ് കിഫ്ബി ഉണ്ടായിരുന്നത്. അപ്പോൾ കിഫ്ബി വന്നാൽ കിഫ്ബിക്ക് രണ്ട് തരത്തിലുള്ള വിശകലനമാണ് ഞാനിവിടെ നടത്തേണ്ടത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒന്ന്, കിഫ്ബിയിലേക്ക് എവിടുന്ന് പണം വരും, ആ പണം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്,
അതിൻ്റെ തിരിച്ചടവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതൊരു വശത്തായി നിൽക്കുമ്പോൾ മറുവശത്തായി നിൽക്കുന്നത് ആ കിഫ്ബിയുടെ പണം ഏത് തരത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ആ വിനിയോഗിക്കുന്ന കാര്യത്തിൽ അത് റീപ്രൊഡക്റ്റീവായിട്ടുള്ള സൈഡിലുള്ള വേണോ, അതല്ല പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് മാത്രമായിട്ട് വേണോ. ഇതൊക്കെ ഒരു ഗവൺമെന്റിന്റെ പ്രൊറോഗേറ്റീവാണ്. ഞാൻ അതിൽ ഇടപെടണമെന്നും ആഗ്രഹിക്കുന്നില്ല. അതായത് കാലഘട്ടത്തിലെ ഗവൺമെന്റ് ഇത് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു നയമുണ്ടാകും. ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ ഇതുവരെ സംസാരിച്ചത് കേട്ടിട്ട് എത്ര ക്രിയേറ്റീവാണ് താങ്കൾ ഈ ചർച്ചയിൽ ഇടപെടുന്നത്. കിഫ്ബിയെ സംബന്ധിച്ച്, അതിന്റെ മസാല ബോണ്ടിനെ സംബന്ധിച്ച് ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ താങ്കൾ ഇടപെടുന്നത് വളരെ പോസിറ്റീവാണ്. ഇങ്ങനെ തന്നെ വേണം ചർച്ച ഉണ്ടാകാനെന്നായിരിക്കണം ഒരുപക്ഷെ KN ഹരിലാൽ ഒക്കെ ആദ്യഘട്ടത്തിൽ ആഗ്രഹിച്ചതും. ഇങ്ങനെ താങ്കൾ ചോദിക്കുന്നത് പോലെ ഏതൊക്കെ നിലയിലാണ് ഇത് ഉണ്ടാകുന്നത്, ഏതൊക്കെ തലത്തിലാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകുന്നത്, അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, ഇതൊക്കെ തീർച്ചയായും സാധാരണക്കാരനും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നതും സുതാര്യമാകാൻ ആഗ്രഹിക്കുന്നതുമാണ്. വളരെ ക്രിയേറ്റീവാണ് താങ്കളുടെ ഇടപെടൽ. പക്ഷേ കാര്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിയമസഭയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട്. കിഫ്ബി വഴി മൊബിലൈസ് ചെയ്യപ്പെടുന്ന പണങ്ങൾ, ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത്, അതിൽ മുൻഗണനാക്രമം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ചോദിക്കാനുള്ള അവകാശം, അധികാരം നമ്മുടെ ജനാധിപത്യം ജനപ്രതിനിധികൾക്കും നിയമസഭാംഗങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ നൽകുന്നുണ്ട്. അത്തരം വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ച കേരളത്തിൽ നടക്കണം. കിഫ്ബി സംബന്ധിച്ചും അതുവഴി ഏറ്റെടുക്കുന്ന പദ്ധതികൾ സംബന്ധിച്ചും ചർച്ച നടക്കണം എന്നുള്ള ഭാഗത്ത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യകരമായ ഒരു രീതിയിലാണ് ആ ചർച്ച പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതാണ് സുരേഷ് ബാബു, ഞാനും ചോദിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടി ചില കാര്യങ്ങളിൽ താങ്കൾ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹവും തിരിച്ചതിൽ ഒരു മറുപടി രേഖപ്പെടുത്തുകയായിരുന്നു. ഞാൻ ചോദിക്കാൻ വന്നത് ഇത്രയേ ഉള്ളൂ. താങ്കൾ ഇടപെടുന്നത് പോലെ വളരെ ക്രിയാത്മകമായി ഇതിനുള്ളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു വലിയ നേട്ടമായി സാമ്പത്തിക വിദഗ്ധരടക്കം ഇതിനെ വിലയിരുത്തുന്ന ഘട്ടത്തിൽ ഇത് സ്വജനപക്ഷപാതമാണെന്നും അഴിമതിയാണെന്നും ഒറ്റ പ്രഖ്യാപനം പത്രങ്ങളെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ബാലിശമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് PM സുരേഷ് ബാബു അത്തരം പ്രയോഗങ്ങളെ കാണാനാവുക? ഇപ്പോഴും അത് സ്വപ്നമാണെന്ന് പറയുന്നു, അഴിമതിയും സ്വജനപക്ഷപാതമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബാലിശമായ രാഷ്ട്രീയ പ്രയോഗമല്ലേ സുരേഷ് ബാബു? താങ്കൾ പറഞ്ഞതുപോലെ അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സമീപിച്ചത്. അല്ല, അത് ആ രീതിയിൽ അതിനെ കൊണ്ടുവരരുതല്ല. ഞാൻ അതിലേക്കൊക്കെ എത്തുന്ന ഒരു വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കിത് സംസ്ഥാനത്തിൻ്റെ ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനത്തിന് ഫണ്ട് വേണം. ആ ഫണ്ട് കൊണ്ടുവരുന്ന വഴികളാണ് കിഫ്ബിയെ വന്നിരിക്കുന്നത്. അതിൻ്റെ യൂട്ടിലൈസേഷനാണ് മറ്റൊന്ന്. ശ്രീ ഹരിലാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് എം എൽ എമാർ തൊട്ടടുത്ത ഒരു അസംബ്ലിയിലെ MLAക്ക് കിഫ്ബി ഫണ്ടിലൂടെ പണം കൊണ്ട് പുരോഗമനം അല്ലെങ്കിൽ അവരുടെ വികസനം ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെ പ്രതിപക്ഷത്തിൻ്റെ MLAയുടെ ഭാഗത്ത് അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നാളത്തെ തെരഞ്ഞെടുപ്പിൽ അവരോട് ചോദിക്കും, അവിടെ MLAയുടെ വികസനം ഉണ്ടായി, ഇവിടെ നിങ്ങളൊന്നും ചെയ്തില്ല എന്ന ആക്ഷേപം വരാതിരിക്കാൻ എല്ലാ MLAമാരും ഇത്തരം ഫണ്ട് രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കൈവശമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടമോടും. അതേപോലെ തന്നെയാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും വകുപ്പിന്റെ സെക്രട്ടറിമാരും. തൻ്റെ വകുപ്പിൽ കിഫ്ബി ഫണ്ടിലൂടെ കുറേ പണമുണ്ടായി വികസനം ഉണ്ടാകുമ്പോൾ മറിച്ചൊരു വകുപ്പ് അതിൻ്റെ മുകളിൽ സ്ലീപ്പ് ഓവർ ചെയ്യുന്നത് ആ ഒരു ഗവൺമെന്റിന് യോജിച്ചതല്ലാത്തത് കൊണ്ട് അവിടെയും തർക്കങ്ങളും അല്ലെങ്കിൽ അവിടെയും വാശികളും ഒക്കെ വരും. അതെല്ലാം സ്വാഭാവികമായ നമ്മുടെ വികസനോന്മുഖമായ പ്രവർത്തനത്തിൻ്റെ നല്ല വശങ്ങളായി തന്നെ നമുക്ക് കാണാൻ ശ്രമിക്കാം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഗവൺമെന്റ് ഈ കാര്യത്തിൽ ആദ്യമായി ഈ കിഫ്ബിയും ഫണ്ട് റിസോഴ്സസിനും ഉപയോഗിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇതിന് എടുക്കുന്ന മാർഗങ്ങൾ ഒന്ന് വിദേശത്തേക്കുള്ള പ്രവാസി ചിട്ടിയാണ്, മറ്റൊന്ന് വിദേശത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ നിക്ഷേപം ഇന്ത്യൻ കറൻസിയിൽ കൂടെ സ്വീകരിക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് പറഞ്ഞത്. SNC ലാവിൻ കമ്പനിയോ അതല്ലെങ്കിൽ കാനഡയിലെ കമ്പനികളിലോ പോയി ഞങ്ങൾ ഈ രാജ്യത്ത് കൂടുതൽ പണം കൊണ്ടുവരും എന്ന ഒരു ഓഫർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് ഒരു ചർച്ചകൾക്ക് സമയമില്ലാത്ത ഒരു അവസരത്തിൽ കരിമ്പട്ടികയിൽ പെടുത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ
കേരളത്തിൻ്റെതെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ പ്രക്ഷുബ്ധാത്മകമായി, അതല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ തന്നെ വീഴ്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും അഴിമതികളും ആരോപണങ്ങളും കേസും കൂട്ടവും ഒക്കെ ആയി നിൽക്കുന്ന ഈ SNC ലാബിൻ കമ്പനിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാമുഖ്യമുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഈ പണം വാങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു അസ്വാരസ്യം, അതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളത്. നാം ഏതൊക്കെ തരത്തിൽ കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റിന്റെ തലവൻ വരെ പലപ്പോഴും പ്രയാസപ്പെട്ടിരുന്നത് ഈ SNC ലാബിന്റെ പേരിലാണ്. അത്തരം ഒരു കമ്പനിയെ തന്നെ വീണ്ടും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പൊരുൾ എന്താണ്? അതെങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുക? മറിച്ച് വീണ്ടും ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനുള്ളതാണോ എന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവല്ലാതെ മറ്റാരാണ് ഉന്നയിക്കുക? തീർച്ചയായും സുരേഷ് ബാബു അക്കാര്യം വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫ് സാമ്പത്തിക വിദഗ്ധൻ കൂടി ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ എന്തായാലും ഹരിലാലിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഹരിലാൽ, PM സുരേഷ് ബാബു പറയാൻ അവസാനത്തേക്ക് ബാക്കി വെച്ചതാണ്. SNC ലാവ്ലിൻ എന്ന പേരാണ് ഇതിൽ അവരെ ആശങ്കപ്പെടുത്തുന്നതും സ്വജനപക്ഷപാതവും അഴിമതിയും പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങളിൽ ഉണ്ടാകുന്നതും ഈ ഒരു സാന്നിധ്യത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഇത് എങ്ങനെയാണ് മസാല ബോണ്ടിൽ ഈ SNC ലാവ്ലിന്റെ ഒരു സാന്നിധ്യം ഉള്ളത്? അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് തിരിച്ചടിയാകുന്നതാണോ? അത് ദുരൂഹതകൾ കേരളത്തിലെ സാധാരണക്കാരന് മുന്നിൽ വയ്ക്കുന്നതാണോ? അതോ വളരെ സുതാര്യമായി ഒരു സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പോകുമ്പോഴുള്ള ഒരിക്കലും കണക്കിൽ പോലും എടുക്കേണ്ടാത്ത ഒരു കാര്യം മാത്രമാണോ? ഈ കിഫ്ബി അത് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് നിയമസഭയിലും പൊതുജനമധ്യത്തിലും പറഞ്ഞിരുന്നൊരു കാര്യം, അതിനുവേണ്ടി നമ്മൾ മൂലധന കമ്പോളത്തിൽ നിന്ന് പണം മൊബിലൈസ് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് കിഫ്ബി. അത് ഒരു വഴി തീർച്ചയായിട്ടും പ്രവാസികളുടെ ചിട്ടി ഉണ്ട്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടിയോ അതിലേറെ പ്രാധാന്യത്തോടു പറഞ്ഞതാണ് മൂലധന കമ്പോളത്തിൽ നിന്ന്, അത് അന്തർദേശീയ മൂലധന കമ്പോളത്തിൽ നിന്നടക്കം നമ്മൾ പണം മൊബിലൈസ് ചെയ്യും. ഇവിടെ മസാല ബോണ്ട് ഇറക്കും എന്നുള്ളത് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അത് ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടന്നതാണ്. അങ്ങനെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മസാല ബോണ്ട് ഇറക്കുകയും അതിന് കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കിഫ്ബി പോലുള്ളൊരു ഏജൻസിക്ക് അങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബോണ്ട് വാങ്ങിക്കാൻ ആളുണ്ടാവുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ ഇപ്പോൾ നമുക്ക് പണം മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് പെട്ടെന്നുണ്ടായ ഒരു ആശയമല്ല, നേരത്തെ തന്നെ കിഫ്ബി തുടങ്ങിയ സമയത്ത് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കിഫ്ബിയുടെ മസാല ബോണ്ട് വാങ്ങിയ കമ്പനി അത് ഒരു കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു കമ്പനി, ഒരു പെൻഷൻ ഫണ്ട്. ആ പെൻഷൻ ഫണ്ട് പല സ്ഥലത്ത് പലരുടെ കടപ്പത്രങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ട്, ചിലരുടെ ഓഹരികൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ SNC ലാവിൽ നിന്നുള്ള ബോണ്ടും അല്ലെങ്കിൽ അവരുടെ ഓഹരി അവർ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പരാതി. ഇപ്പോൾ ഒരു പെൻഷൻ ഫണ്ട് 300-3000 ബില്യൺ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പെൻഷൻ ഫണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പല കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കടപ്പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, ഓഹരികൾ വാങ്ങിച്ചിട്ടുണ്ടാവും. ആ തരത്തിലുള്ള ഒരു ബന്ധം മാത്രമാണ് ഈ SNC ലാവ്ലിൻ കമ്പനിയുമായിട്ട് ഉള്ളത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ബാലിശമായ ഏച്ചുകെട്ടിയ ഒരാശങ്കയാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിക്കാൻ വേണ്ട സാമർഥ്യം ബന്ധപ്പെട്ടവർ കാണിച്ചു എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവരും മറക്കുന്ന ഒരു ചെറിയ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ളതിനപ്പുറം ഇതിന് യാതൊരു അർത്ഥമില്ല. ശ്രീ ജോർജ് ജോസഫിലേക്ക് കൂടി ഘട്ടത്തിൽ പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലാണ് താങ്കളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതാദ്യമാണ് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുന്നത്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നതും അതിന്റെ ഒരു ചുവട് മുന്നോട്ട് പോകുന്നതും. എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ ഈ കാര്യത്തിനെ വിലയിരുത്തുന്നത്? ഇത് ഒരു സ്വപ്നത്തിനും അപ്പുറത്തേക്ക് ഒരു നയത്തിന്റെ, ഒരു കാഴ്ചപ്പാടിന്റെ, ഒരു സാമ്പത്തിക സമൂഹത്തിലെ ഇടപെടലിന്റെ കരുതലായി നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അത്രയും വലിയ നിർണായകമായൊരു ചലനമാണോ ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്? ജോർജ് ജോസഫ്. അല്ല, ഈ ആരോപണത്തിൻ്റെ
ആരോപണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവരെല്ലാവരും ഇങ്ങനെ അത് അങ്ങനെയാണ് SNC ലാവലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആരോപണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്ത് അഴിമതിയാണ്, എന്ത് പ്രശ്നമാണ് കൃത്യമായി ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്? അഴിമതി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, അതായത് കൃത്യമായ ഒരു കാര്യം, ഒരു പുകമറ ആരോപണങ്ങൾ ഉന്നയിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയാണോ നേട്ടം ഉണ്ടാകുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലായിടത്തും പോകും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് കിഫ്ബി ഇറക്കിയിരിക്കുന്ന ഈ മസാല ബോണ്ടിന് 9.6% ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പെൻഷൻ ഫണ്ട് കമ്പനി അല്ലാതെ ഒട്ടേറെ കമ്പനികൾ ഈ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ ബോണ്ട് വാങ്ങിയതുകൊണ്ട് കിഫ്ബിയുടെ അതൊരിക്കലും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ഓഹരിയായി മാറ്റാവുന്ന രീതിയിലുള്ള ഒരു ബോണ്ടോ അങ്ങനെയൊന്നുമുള്ളൊരു കാര്യമല്ല. നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ബോണ്ടിൻ്റെ തുക പലിശ സഹിതം മടക്കി കൊടുക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കിഫ്ബിയുടെ ഓണർഷിപ്പിലേക്കോ എന്തെങ്കിലും രീതിയിൽ അതിൽ ഇൻവോൾവ്മെൻറ്റിലേക്കോ ഒന്നും ഇതുകൊണ്ട് വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LIC എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ പോലുള്ള കമ്പനികൾ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ളതാണ്. പക്ഷേ ആ കമ്പനികളെല്ലാം തന്നെ ആ കമ്പനികളുടെ എല്ലാ കാര്യത്തിൽ അവർ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരുപാട് കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഫണ്ട് അവർ ലാഭമുണ്ടാക്കുന്ന രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ലോകത്തെ എല്ലാ കമ്പനികളും ഇതുപോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ആ നിക്ഷേപം നടത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മസാല ബോണ്ട് ആകർഷകമായി തോന്നി, അവർ നല്ലൊരു റിട്ടേൺ അവർക്ക് ഉണ്ടാകുന്നു തോന്നിയപ്പോൾ പല കമ്പനികളും ഇതിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറായി വന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വിശ്വാസ്യത, കേരളത്തിലെ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു മസാല ബോണ്ട് ഇറക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു സംഭവമല്ല. അപ്പം എന്താണ് അതിനകത്ത് വരുന്ന അഴിമതി, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ഒരു കേരളത്തിനെ മോശകരമാക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LIC ആയാലും ഗവൺമെൻറ് ഉടമസ്ഥയുള്ള ഏത് കമ്പനി ആയാലും ഏതൊക്കെയോ കമ്പനികളിൽ ഏതെല്ലാം കമ്പനികളിൽ അവർ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ആ കമ്പനികളിൽ പല കമ്പനികളും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, പല പ്രശ്നങ്ങളുള്ള കമ്പനികളുണ്ടാവും. പക്ഷേ നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ആ ഓഹരി വിൽക്കുമ്പോൾ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുക എന്നുള്ള മാത്രമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കമ്പനി SNC ലാവലിൻ എന്ന കമ്പനിയുടെ ഓഹരികൾ വാങ്ങിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്താണ് കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം? SNC ലാവലിന്റെ കേസും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ എന്താ ഉള്ളത്? അത് മനസ്സിലാവുന്നില്ല. അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. തീർച്ചയായും ചർച്ചയുടെ രണ്ടാമത് ഘട്ടത്തിലേക്ക് തീർച്ചയായും ജോർജ് ജോസഫ്, താങ്കളുടെ നിരീക്ഷണങ്ങൾ കൃത്യമാണ്. നമുക്ക് സുരേഷ് ബാബുവിലേക്കും ഹരിലാലിലേക്കും എത്താം. ശ്രീ PM സുരേഷ് ബാബു, നോക്കൂ, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിന്റെ പലിശയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ കിഫ്ബി ഈ ധനസമാഹരണം നടത്തിയിട്ടുള്ളത് എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ ഇപ്പോൾ ജോർജ് ജോസഫ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു സുപ്രഭാതത്തിൽ ഒരു പറ്റം നിക്ഷേപകർ കേരളത്തെ വിശ്വാസത്തിലെടുത്തതല്ല. ചില അനുഭവങ്ങളുടെയും ചില റേറ്റിംഗുകളിൽ ഉണ്ടായ കൃത്യമായ നിലപാടുകളുടെയും അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകളുടെയും ഭാഗമായി ആവശ്യക്കാർ ഇങ്ങോട്ട് കേരളത്തെ സമീപിക്കുന്ന, കേരളത്തിന്റെ ബോണ്ട് വാങ്ങാൻ മനസ്സ് കാണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവിടെ ഇന്ന ആളുകൾ എന്ന് പറയുന്നിടത്ത് നിന്ന് മാറി SNC ലാവലിലേക്ക് പോയി അതുകൊണ്ട് ഇതിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്താണ് ഇതിനുള്ളിലെ പ്രശ്നമെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ലല്ലോ സുരേഷ് ബാബു. അതിനുള്ളിൽ തീർച്ചയായും നേരത്തെ ചോദിച്ചുകൊണ്ടേയിരുന്നത് പോലെ രാഷ്ട്രീയമായ ബാലിശമായ ഒരു പിടിവലിയല്ലാതെ എന്താണുള്ളത്? ജോർജ് ജോസഫും ആ ചോദ്യമാണ് ഇവിടെ മുന്നിലേക്ക് വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കിഫ്ബി വഴി ഇങ്ങനെ ഒരു ധനസമാഹരണം ഉണ്ടാകുന്നതിലൂടെ കേരളത്തിനുണ്ടാകാൻ പോകുന്ന നഷ്ടം അല്ലെങ്കിൽ പ്രശ്നം എന്താണ്? അത് താങ്കൾക്കും ശ്രീ ജോർജ് ജോസഫിനും മനസ്സിലാകാത്തത് എന്നതിന് എനിക്ക് ഉത്തരവില്ല. ശ്രീ ജോർജ് ജോസഫിന് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാകാതിരിക്കുന്നതിന് കാരണം എനിക്കറിയാവുന്നതാണ്, എനിക്ക് പ്രിസ്യൂം ചെയ്യാവുന്നതാണ്. ഞാനത് ഇവിടെ പൊതുചർച്ചയ്ക്കായി വിഷയീകരിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണ് അതിനകത്തുള്ളൊരു പ്രശ്നം? നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംശയിച്ച പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ സംശയം ഉന്നയിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് വെച്ച് ഇതൊരു പെട്ടെന്നൊരു ദിവസം ഒരു ബുദ്ധി തോന്നിയ കാര്യങ്ങളാണെന്നൊന്നും ഞാനൊന്നും പറയുന്നില്ലല്ലോ, എനിക്ക് ആരും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്ത് റിസോഴ്സ് മൊബിലൈസേഷന്റെ പ്രോജക്ട് അല്ല, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ.
റിസോഴ്സസ് മൊബിലൈസേഷൻ്റെ ഭാഗമായി ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അങ്ങനെ ഒരു ഓഫർ നേരത്തെ ഇല്ല. മറിച്ച് ഇതുപോലെ പ്രവാസി ചിട്ടി, ഇന്ത്യക്കാരും മലയാളികളും താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് പണം ശേഖരിക്കുക, ഇങ്ങനെയാണ് ഇതിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിയമസഭയ്ക്കകത്ത് വെച്ച് ധനമന്ത്രി അവതരിപ്പിച്ചത്. തിരിച്ച് അതിന് വേണമെങ്കിൽ പിന്നെയും മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ആ മാറ്റം വരുത്തിയത് ഒരു പൊതു ചർച്ചയ്ക്ക് വിഷയമാക്കാതെ സ്വകാര്യമായ ഒരു മാറ്റം വരുത്തുന്ന ഒരു കാര്യം ഒരു വശത്ത്. രണ്ടാമതൊരു വശം, ഇനി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലുകളിൽ അവർ കൊണ്ടുപോയി നിക്ഷേപിക്കും. അതിലൊന്നും ഞാൻ തർക്കിക്കാനൊന്നും വരുന്നില്ല. അവർക്ക് ഫെർട്ടൈലാണ് കേരളത്തിലെ ഈ കേരള സർക്കാരിൻ്റെ ഈ ധനാഗമന മാർഗത്തിന് വേണ്ടിയുള്ള ഓഫർ എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം എന്ത്? രണ്ട്, പ്രധാനമായും SNC ലാബിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ. എന്തുകൊണ്ട് SNC ലാബിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ആ കമ്പനി നമ്മുടെ സംസ്ഥാനത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുള്ള കമ്പനിയാണ്. 110 കോടി ഉറുപ്പിക തലശ്ശേരി ക്യാൻസർ ആശുപത്രിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് വന്ന വഴിയില്ല, പോയ വഴിയില്ല, അതിനെക്കുറിച്ചിട്ട് കണക്കില്ല. വന്നു കൊടുത്തു എന്ന് അവർ പറയുന്നു, കിട്ടിയതായി നമ്മളെടുത്ത് രേഖയില്ല. അങ്ങനെ ഈ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പ്രയാസപ്പെടുത്തിയ, ഈ സർക്കാരിനോട് തന്നെ, ഈ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോട് തന്നെ ഓഫർ നൽകിയ കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ ഇപ്പോഴും കോടതി കയറിയിടങ്ങേണ്ടുന്ന ഒരു സാഹചര്യം അന്നത്തെ ഇത് കൈകാര്യം ചെയ്ത മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാക്കിയ ഒരു കമ്പനിക്ക് പങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ പങ്കാളിത്തം മാത്രമല്ല അതിന്റെ മുഖ്യ നടത്തിപ്പുമായി ബന്ധമുള്ള ഒരു കമ്പനിയെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് കാശ് വാങ്ങുന്നതിനെ കുറിച്ചാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംശയം ഉന്നയിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്താ? നമ്മളൊരു ധനകാര്യ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഇന്നേക്ക് തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസം നാളെ ആവുന്നേ ഉള്ളൂ, 8ാമത്തെ ദിവസം ആവുന്നേ ഉള്ളൂ. ഏപ്രിൽ 1 മുതലാണ് ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നത്. 23-ന് നമ്മുടെ എല്ലാ ബാരിയേഴ്സും തീരും. ഏപ്രിൽ 23 പോളിംഗ് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഒരു നിയമസഭ വിളിച്ചുകൂട്ടി ഈ ചർച്ച ചെയ്ത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കിഫ്ബി ഫണ്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇതിനകത്ത് സുതാര്യത കാണാൻ കഴിയുമായിരുന്നു. പൊതുവായ ഒരു ചർച്ചയ്ക്ക് പോലും സമയമില്ലാത്ത സാഹചര്യത്തിൽ കിഫ്ബിയിലേക്ക് പണത്തിന് വേണ്ടി SNC ലാബിൻ കമ്പനിക്ക് പ്രാമുഖ്യമുള്ള, അല്ലെങ്കിൽ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നതിന്റെ സംശയം ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ ഭരണകൂടത്തിനുണ്ട്. അതാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ധനകാര്യ വിദഗ്ധന്മാർക്ക് അത് മനസ്സിലാകേണ്ടതായിരുന്നു. അവർക്കത് മനസ്സിലാകാതെ പോകുന്നതിനോട് സഹതപിക്കാൻ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ശ്രീ KN ഹരിലാൽ, നോക്കൂ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. ശ്രീ PM സുരേഷ് ബാബു, ആദ്യം താങ്കളോട്, എനിക്ക് ഇതിൽ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു താല്പര്യങ്ങളുമില്ല, കൃത്യമായും ചോദ്യം ചോദിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ, അത് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ KN ഹരിലാലിന് മുന്നിൽ വയ്ക്കുകയാണ് താങ്കൾ സൂചിപ്പിച്ച വിഷയങ്ങൾ. നോക്കൂ KN ഹരിലാൽ, അതായത് അദ്ദേഹം പറയുന്നത് ഇതിലൊരു സ്വകാര്യത വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ്. ഇത് പുറത്തേക്ക് വരുന്നതിൽ, അല്ലെങ്കിൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ വരുന്നതിൽ ഒരു സ്വകാര്യത ഇതിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവിനെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. മറ്റൊന്ന്, ഇങ്ങനെ ഫണ്ടിങ് നടത്താൻ മാത്രമുള്ള കേരളത്തിന്റെ പ്രത്യേകത എന്താണ് അവരെ ആകർഷിക്കുന്നത് ഇങ്ങനെ ഫണ്ടിങ് ചെയ്യാൻ വേണ്ടി? ഇതൊക്കെ സാധാരണക്കാരൻ അറിയാൻ പ്രശ്നമുണ്ട് എന്നാണ്. SNC ലാവലിൻ ഒരു പ്രശ്നം തന്നെയായി നിലനിൽക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് KN ഹരിലാൽ. ഈ കിഫ്ബി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമാണ്. കേരള നിയമസഭയിൽ വിശദമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ചർച്ചയ്ക്കകത്ത് തന്നെ ജനങ്ങളുടെ മുമ്പിലും നിയമസഭയിലും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ പ്രകാരം മൂലധന കമ്പോളത്തിൽ നിന്ന്, വിദേശ മൂലധന കമ്പോളത്തിൽ നിന്നടക്കം പണം മൊബിലൈസ് ചെയ്യുന്നതിന്, മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. അതിനാണ് ഈ പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലേക്ക് ഗവൺമെൻറ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മസാല ബോണ്ട് അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിക്കും എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സമീപനം ആവശ്യമാണ്. അത് കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. കാരണം കേരളത്തിൽ ഏത് മാധ്യമമാണ് ഇത് ചർച്ച ചെയ്യാത്തത്?
ഈ കിഫ്ബിയുടെ മൊബിലൈസേഷൻ, റിസോഴ്സ് മൊബിലൈസേഷൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മസാല ബോണ്ടിനെ കുറിച്ച് തന്നെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തോന്നിയ ഒരു ആശയമല്ല, ഇത് നേരത്തെ തന്നെ അനുവദിക്കപ്പെട്ട ചർച്ച ചെയ്ത കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം മൊബിലൈസ് ചെയ്തിട്ടുള്ളത്. മസാല ബോണ്ട് ഇറക്കുന്നു. ആ മസാല ബോണ്ട് ഇറക്കുമ്പോൾ നമുക്ക് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു. നമുക്ക് എന്താണ് ബാധ്യത? നമുക്ക് കടം തരാൻ വേണ്ടി കടപ്പത്രം വാങ്ങിച്ച് ഒരു കമ്പനി തയ്യാറാവുന്നു. നമുക്ക് സ്വീകാര്യമായ പലിശ. മറ്റ് പലരും കടമെടുത്തപ്പോൾ അവർക്ക് ഓഫർ ചെയ്യേണ്ടി വരുന്ന പലിശയെക്കാളും കുറഞ്ഞ പലിശയ്ക്ക് അവർ കടം തരാൻ തയ്യാറാവുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു സർക്കാർ മേഖലയിലുള്ള കമ്പനിയാണ്, പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ LIC പോലുള്ള ഒരു കമ്പനി. ആ കമ്പനി ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ കടപ്പത്രം അവർ വാങ്ങിക്കുന്നു, മറ്റ് ഇക്വിറ്റീസ് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ SNC ലെവലിൽ ഏതോ ഒരു കാലത്ത് അവരുടെ കടപ്പത്രമോ ഇക്വിറ്റിയോ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമാണ് എന്തോ ഒരു ബന്ധം ആരോപിക്കപ്പെടുന്നത് തന്നെ. എത്ര ബാലിശമാണ് ഈ വാദം എന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു വെച്ച ഒരു രീതിക്രമം അനുസരിച്ച് നിയമസഭയുടെ അനുവാദമുള്ള ഒരു നടപടിക്രമം വെച്ചിട്ടാണ് ഇപ്പോൾ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഓഫർ ആദ്യഘട്ടത്തിൽ വച്ചിരുന്നില്ല എന്ന് സുരേഷ് ബാബു ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് കെ.എൻ. ഹരിലാൽ? പിന്നെ ഒരു പക്ഷേ ഇപ്പം മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത്. കാരണം എന്തിനാണ് ഈ കിഫ്ബി വന്നത് തന്നെ? അത് ഈ തരത്തിൽ പണം മൊബിലൈസ് ചെയ്യുന്നതിനാണ്. അത് യഥാർത്ഥത്തിൽ ഈ ചിട്ടി വഴിയുള്ള, അതായത് പ്രവാസി ചിട്ടി വഴിയുള്ള പണം മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധ്യത മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത അത് മൂലധന കമ്പോളത്തിൽ നിന്ന് പണം മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വഴി. നിയമസഭയിൽ ചർച്ച ചെയ്ത് നിയമസഭ അംഗീകരിച്ച പ്രധാനപ്പെട്ട റൂട്ട് അതാണ്. ആ നിയമസഭ അംഗീകരിച്ച വഴികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പണം മൊബിലൈസ് ചെയ്യുന്നത്. ഇവിടെ ആകപ്പാടെ ഒരു അത്ഭുതമുള്ളൊരു കാര്യം, നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ സ്വീകാര്യത മസാല ബോണ്ടിന് കിട്ടും, ഈ കുറഞ്ഞ പലിശയ്ക്ക് നമുക്ക് വായ്പ കിട്ടും എന്നുള്ളത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ച് കാണത്തില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതീക്ഷിച്ച് കാണത്തില്ല. വ്യക്തിപരമായി ഇത്രയും നല്ല വാംത്തുള്ള ഒരു പ്രതികരണം ഈ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മുടെ മസാല ബോണ്ടിന് ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്വാഗതാർഹമായ കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അവസ്ഥയെ നമുക്ക് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഹൈപ്പ് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇത് സാധാരണ രീതിയിലാണെങ്കിൽ കൊണ്ടാടുന്ന ചില മാധ്യമങ്ങൾ പോലും ശ്രീ PM സുരേഷ് ബാബു, അതായത് ഒരു ഇലക്ഷന്റെ പശ്ചാത്തലത്തിലുള്ള വെപ്രാളമാണ് പ്രതിപക്ഷം കാണിക്കുന്നത്. ഒരുപക്ഷെ കോടിയേരിയുടെ പ്രസ്താവനയൊക്കെ ഈ ഘട്ടത്തിലായിരിക്കും. ഹരിലാൽ സൂചിപ്പിച്ചു വരുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിച്ചോ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു ചുവട് വെക്കുമ്പോൾ കിഫ്ബി എന്നാണ് ചോദിക്കുന്നത്. അതല്ലേ ഒരു വസ്തുതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നോക്കൂ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിക്ഷേപ സമാഹരണം നടത്തുമെന്ന് പറഞ്ഞു തന്നെയാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ അതിനെ അടപടലം വിമർശിച്ചവരാണ് പ്രതിപക്ഷം. ഇത് സ്വപ്നമാണെന്ന് സുരേഷ് ബാബു താങ്കൾ പറയുന്നത് പോലെയല്ല. ഇന്ന് എത്ര തവണയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ധനമന്ത്രി സ്വപ്നാടകൻ തന്നെയാണ്, അത് സ്വപ്നം മാത്രമാണ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നോക്കൂ. നിങ്ങളടക്കമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള MLA-മാർ ഈ ഫണ്ട് സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനൊന്നും ആർക്കും തർക്കമില്ല, കാരണം ജനങ്ങളാണല്ലോ MLA-മാരെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണോ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടത്? അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയം കൂടി ആണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നില്ലേ സുരേഷ് ബാബു? അങ്ങനെ അതിനെ നമ്മൾ ആ രൂപത്തിലല്ലല്ലോ കാണേണ്ടുന്നത്. ഇവിടെ ഇപ്പം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനിത് സൂചിപ്പിച്ചതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് സൂചിപ്പിച്ചത്. നമ്മൾ ഒരു സാമ്പത്തിക വർഷത്തിന്റെ 9ാമത്തെ ദിവസത്തിൽ 7ാമത്തെ ദിവസത്തിലായി എന്നുള്ളത്. സാമ്പത്തിക വർഷത്തിന്റെ 365 ദിവസം ഉള്ള ഒരു സാമ്പത്തിക വർഷത്തിന്റെ 7 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. നമുക്കൊരു 23 ദിവസം കഴിഞ്ഞിട്ട് ഇത് സുതാര്യമായി ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ അത് എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഇത്ര ധൃതി പിടിച്ച് സുതാര്യമല്ലാത്ത
നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണകൂടത്തെയും ഇത്രയധികം പ്രയാസപ്പെടുത്തിയ ഒരു കമ്പനിക്ക് പ്രാമുഖ്യമുള്ള ഒരു സ്ഥാപനവുമായ ഒരു സാമ്പത്തിക ഉത്തരവാദിത്തമാണ് ഇതിലുള്ളത്. അവരാണോ ഇത് ലീഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഷെയർ വാങ്ങുന്നത്, ഈ ബോണ്ട് വാങ്ങുന്നത് അവരാണോ ഇത് ലീഡ് ചെയ്യുന്നത്? അവർക്കാണോ ഇതിലെ ഓഹരിയിൽ ഭൂരിപക്ഷം ഉള്ളത്? അവരാണോ ഇത് നിയന്ത്രിക്കുന്ന ആളുകൾ? ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഈ LIC പോലെയുള്ള ഒരു കമ്പനി, പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി, അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് പല കമ്പനികളിൽ നിന്നുള്ള കടപ്പത്രങ്ങൾ അവർ വാങ്ങിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഓഹരികൾ അവർ വാങ്ങിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ കമ്പനി SNC ലാവലിൻ്റെ ഏതോ കടപ്പത്രമോ അതല്ലെങ്കിൽ ഓഹരിയോ അവർ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ഇതിനെന്താണ് ബന്ധം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ഈ കിഫ്ബിയുടെ കടപ്പത്രം വാങ്ങിക്കാനായിട്ട് കനഡയിലുള്ള ഒരു പെൻഷൻ ഫണ്ട് തയ്യാറായിരിക്കുന്നു. അത് നിയമപ്രകാരമാണോ? നമ്മുടെ അവിടെ നിന്നും വായ്പ അവർക്ക് ഈ കടപ്പത്ര പ്രകാരമുള്ള പണം നമുക്ക് കിട്ടി, അത് നമുക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ആകെപ്പാടെയുള്ളൊരു ബാധ്യത, അത് മെച്ചൂറാകുമ്പോൾ നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കണം. അത് മാത്രമാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത കേരളത്തിൻ്റെ സംസ്ഥാന നിയമസഭ അനുവദിച്ചിട്ടുള്ള, റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള നിയമപ്രകാരമായ പ്രക്രിയയിലൂടെ ആണോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം. ആ കാര്യത്തിൽ ഒരു സംശയത്തിനും യാതൊരു സ്പേസും ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. ശ്രീ ജോർജ് ജോസഫ്, മെയ് 17-ന് കിഫ്ബിയുടെ മസാല ബോണ്ട് വ്യാപാരം തുടങ്ങുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ സുരേഷ് ബാബു സൂചിപ്പിക്കുന്നത് ഇതിനുള്ളിൽ സുതാര്യത ഇല്ല എന്നാണ്, എന്തൊക്കെയോ നിഗൂഢതകൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ്. ഒപ്പം ചെന്നിത്തല പറയുന്നത് ഈ ബോണ്ട് വാങ്ങുന്നവർക്ക് പലിശ അങ്ങോട്ട് കൊടുക്കുന്നതിലൂടെ സർക്കാർ ഖജനാവിനുണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം എന്നാണ് ജോർജ് ജോസഫ്. താങ്കളൊരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കൂടി PM സുരേഷ് ബാബു നേരത്തെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? സാമ്പത്തിക വിദഗ്ധർ എന്ന നിലയിൽ ഇതിനുള്ളിലെ കള്ളക്കളികൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഒരല്പസമയം അനുവദിക്കണമെന്ന് ഞാൻ ആദ്യം പറയുകയാണ്. കാരണം ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ FIIs, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കമ്പനികളും ലോകത്തെ ഏത് രാജ്യത്തിലാണോ അവർക്ക് നേട്ടമുണ്ടാകുന്ന, കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്, ആ സ്ഥലത്തേക്ക് ക്യാപിറ്റൽ ഒഴുകും എന്നുള്ളത് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഇതാണ്. അതനുസരിച്ച് ഇപ്പം നമ്മളൊരു ഉദാഹരണം എടുക്കുക. ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പേയ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള പേടിഎമ്മിൽ ചൈനീസ് കമ്പനിയായ അലിബാബയ്ക്ക് നല്ലൊരു മേജർ ഷെയർ ഹോൾഡിങ് അതിനകത്തുണ്ട്. പക്ഷേ അലിബാബയെ പേടിഎമ്മിനെ നിയന്ത്രിക്കുന്നത് അലിബാബ അല്ല. അങ്ങനെ എല്ലാ കമ്പനികളിലും ഇതുപോലെ ഷെയർ എടുത്തിട്ടുള്ള കമ്പനികൾ വിദേശത്തു നിന്നുള്ള പല കമ്പനികളും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനു വേണ്ടി നടത്തുന്നു? ആ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് അവർക്ക് ലാഭം കിട്ടുമ്പോൾ അത് വിറ്റ് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ഈ ബോണ്ടുകളും ഡിബഞ്ചറുകളും മാർക്കറ്റിൽ അവർക്ക് വിൽക്കാൻ കഴിയും. അതിനെയാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമ്മളിത് പ്ലേസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ അത് ഞാൻ മാർക്കറ്റിൽ കൊണ്ടേ വെച്ചാലാണ് എനിക്ക് ആളുകൾ വന്ന് വാങ്ങുകയുള്ളൂ. അത്രയും മാത്രമാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ ഫൈനാൻസ് മൂലധനം ലോകത്തെ പല ഭാഗത്തും പോയി അവർക്ക് നേട്ടമുണ്ടാകുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശ്രീ സുരേഷ് ബാബു ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് കേരളത്തിൽ അവർ വരാൻ എന്തൊരു താല്പര്യം? ഒരു താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് അട്രാക്റ്റീവ് ആണ്. ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിംഗിൽ അവർ ഇത് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു FD ഇടുന്നു. ആ FD ഇടുന്ന സമയത്ത് നമ്മൾ ഏത് ബാങ്കിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നതെന്ന് അന്വേഷിക്കില്ലേ? ജോർജ് ജോസഫ്, ആ പലിശയും നമുക്കൊരു ബാധ്യതയായി മാറില്ലേ, ഖജനാവിന് ബാധ്യത ഉണ്ടാക്കില്ലേ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അപ്പോൾ അവരുടെ ബോണ്ടിലോ ക്യാപിറ്റൽ മാർക്കറ്റിലോ വേറെ ഏതെങ്കിലും ഇതിൽ 5-6% ഇൻട്രസ്റ്റ് ആയിരിക്കാം. അതെ, അല്ല, അങ്ങനെ അല്ലാതെ ബോണ്ട് പലിശ ഇല്ലാത്ത ഒരു ബോണ്ട് എവിടെയാണ് ഉള്ളത്? പലിശ ഇല്ലാതെ നമുക്ക് കടം തരുന്ന ഏത് സ്ഥാപനമാണ് ലോകത്ത് ഉള്ളത്? മാത്രവുമല്ല, നമ്മൾ ഈ പലിശയ്ക്ക് എടുക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പലിശയ്ക്ക് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയാണ് ഇവിടെ.
ഇന്ത്യയിലെ ബാങ്കിൽ നിന്നോ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പോകുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയാണ് ഈ മസാല ബോണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഉണ്ടാവുന്ന നേട്ടം എന്ന് പറയുന്നത് അത് പലിശയേക്കാൾ മുകളിലാണെങ്കിൽ പലിശ അടയ്ക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആരും കടമെടുത്ത് ബിസിനസ് നടത്താൻ പറ്റൂലല്ലോ. ആ പലിശ കൊടുത്താൽ നമ്മൾ മുടിഞ്ഞു പോയില്ല എന്നുള്ള ആർഗ്യുമെന്റ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ താരതമ്യേന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ വെച്ച് മറ്റു മൂലധന മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറഞ്ഞ പലിശയ്ക്ക് ഇത് കിട്ടുന്നു. ഇവിടെ ഇവർ പറയുന്ന അപകടം എന്ന് പറയുന്നത് ഇതൊരു കൺവെർട്ടബിൾ ഡിബഞ്ചർ, കൺവെർട്ടബിൾ വാറന്റ് ആണെങ്കിൽ പിന്നെയുണ്ട്. അതായത് ഇത് ഓഹരിയായിട്ട് മാറുന്ന ബോണ്ടുകളുണ്ട്, ഡിബഞ്ചറുകളും അത്തരം വാറന്റുകളുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. നമ്മൾ ആ കാലാവധി തീരുന്ന ഇൻട്രസ്റ്റ് സഹിതം അവരുടെ പണം തിരിച്ചു കൊടുക്കുന്നു. ആ പണം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിനകത്ത് എന്ത് പിന്നെ SNC ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവരതിന്റെ ഓഹരി, അത് അവരുടെ ബിസിനസ്സാണ്. SNC ലാവ്ലിനും അതുപോലെ പല കമ്പനികളിലും ഈ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് തന്നെ ആരാണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വന്ന് കമ്പനികളുടെ ഓഹരികൾ വാങ്ങി അവർ ലാഭം വരുമ്പോൾ അത് വിറ്റ് അവർ ലാഭം ഉണ്ടാക്കുന്നു. ഇത് ലോകത്തെ ഏത് സ്റ്റോക്ക് മാർക്കറ്റിലും മൂലധന മാർക്കറ്റിലും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് ദുരൂഹതയാണെന്ന് മനസ്സിലാവുന്നില്ല. സുരേഷ് ബാബു, ഇത് ഈ ഉത്തരം വ്യക്തമല്ലേ സുരേഷ് ബാബു? ഞാൻ ഇതിന്റെ കൂടെ ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നതുള്ളത് കൂടി താങ്കളുടെ മുന്നിൽ വെക്കാം. 75 രാജ്യങ്ങളിലായി 15 ലക്ഷം കോടിയോളം നിക്ഷേപമുണ്ട് ഈ കനേഡിയൻ പെൻഷൻ ഫണ്ട് സ്ഥാപനത്തിന്. 8 രാജ്യങ്ങളിൽ ഈ സ്ഥാപനത്തിന് ഓഫീസുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു 13 കോടിയുടെ സെക്യൂരിറ്റി ഇവർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ അനുഭവ പരിചയവും സാമ്പത്തികമായ ബിസിനസ് ഇടപെടലും നടത്തുന്ന ഒരു സംവിധാനമാണ്. അതിലേതോ ഈ കാനഡിയൻ കമ്പനി ആയതുകൊണ്ട് തന്നെ SNC ലാവ്ലിൻ അതിന് ഏതോ ഒരു ഭാഗത്ത് ഉള്ളതുകൊണ്ട് 1% ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടച്ച് ഇതിനെ മുഴുവൻ തള്ളിക്കളയുന്നതും ഇതിനുള്ളിൽ നിഗൂഢത ഉണ്ടെന്നും ഒക്കെ പറയുന്നതിന് അതിന്റെ സാങ്കത്യം എന്താണ് സുരേഷ് ബാബു ഈ ഘട്ടത്തിലെങ്കിലും? ആദ്യം പറഞ്ഞ വാചകത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ട്. അദ്ദേഹം വളരെ ലഘുവായി പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ആലോചിക്കാതെയാണ് ആ സാമ്പത്തിക വിദഗ്ധൻ്റെ സമീപനത്തിലൂടെ അദ്ദേഹം ഇത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് എന്താണ്, ഏത് ഇക്വിറ്റി സെയിൽസിലും അല്ലെങ്കിൽ വാങ്ങലിലും വെക്കലിലും അവർക്ക് എവിടെയാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അവിടെ അവർ നിക്ഷേപിക്കും എന്നുള്ളത്. ഞാനും പറയുന്നത് അത് തന്നെയാണ്. കേരളത്തിലാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരിത് വന്നിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനികളിൽ 20% ഷെയർ SNC ലാവ്ലിനാണ്. ആ SNC ലാവ്ലിൻ കമ്പനിയെ ഈ വേൾഡ് ബാങ്ക് വരുന്ന SNC ലാവ്ലിൻ കമ്പനിയെയും അതിൻ്റെ അക്സസറീസ് പോലെയുള്ള 100 ഇതര സ്ഥാപനങ്ങളെയും കഴിഞ്ഞ 10 കൊല്ലമായി 13 മുതൽ 10 കൊല്ലത്തേക്ക് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനവും കൂടിയാണ്. ആ ധനകാര്യ സ്ഥാപനത്തിന് പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം വന്ന് നമ്മളെടുത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങുന്നതിനെയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യുന്നത്. അതാണ് ചോദ്യം. അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തുകൊണ്ടത് PM സുരേഷ് ബാബു ദയവായി ക്ഷമിക്കണം. 15 മാസം ആഗോള ധനകാര്യ വിപണിയിൽ നടത്തിയ സങ്കീർണമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ നേട്ടം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഈ നേട്ടം ഈ സുരേഷ് ബാബു ഉന്നയിക്കുന്ന ആശങ്കകൾക്കും അപ്പുറത്തേക്ക് തീർത്തും സുതാര്യമല്ലേ? അടിത്തറ ശക്തമായതല്ലേ? നേരത്തെ ജോർജ് ജോസഫ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമല്ലേ? ഇതിന്റെ മുന്നോട്ട് പോക്കും ഇതിന്റെ അടുത്ത ചുവടുവയ്പും എങ്ങനെയായിരിക്കും? ഈ ആശങ്കകളിൽ കുടുങ്ങി നിൽക്കുന്നതോ ഇടിച്ചു നിൽക്കുന്നതോ ആയിരിക്കുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പലിശ കുറഞ്ഞ വായ്പ കിട്ടുക എന്നുള്ളതാണ് വളരെ പരമപ്രധാനമായ കാര്യം. അത് സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മസാല ബോണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സന്ദേശം. അതായത് 10% പലിശയ്ക്ക് താഴെ ഏകദേശം 9.6% പലിശയ്ക്ക് നമുക്ക് വായ്പ സാധ്യമായിരിക്കുന്നു. ആ പണം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ 23-ാം തീയതി കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ ഈ കിഫ്ബിക്ക് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അവകാശം നേരത്തെ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല, നിയമസഭയിലും അതുപോലെ തന്നെ മാധ്യമ ചർച്ചകളിലും കിഫ്ബിക്കെതിരായി വന്നിട്ടുള്ള ഒരു വിമർശനം എന്താണ്? അവർ മൊബിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞ പണം ഇതുവരെ മൊബിലൈസ് ചെയ്തില്ലല്ലോ എന്നുള്ളത് നിയമസഭയിൽ
കഴിഞ്ഞ നിയമസഭയിലൊക്കെ ഉയർത്തിയ ചോദ്യമാണ്. തീർച്ചയായും ഇപ്പോൾ അപ്പൊ ഇപ്പോഴ് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവര് ഇപ്പോ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മൂലധന കമ്പോളത്തിൽ നിന്ന് ഈ പണം മൊബിലൈസ് ചെയ്ത് കാണിച്ചു. അത് സർക്കാരിന്റെ നേട്ടമാണ്. അതുപോലെ തന്നെ ഈ സർക്കാരിലുള്ള ഈ കേരളത്തിലുള്ള ഒരു കോൺഫിഡൻസ് കൂടെയാണ് ഈ പലിശയ്ക്ക് നമ്മൾ വായ്പ തരാൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് തയ്യാറായി എന്നുള്ളത്. ആ നിലയ്ക്ക് അതിനെ കാണണം. ശ്രീ കെ.എൻ. ഹരിലാൽ, ഇതാദ്യമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ വിൽപ്പന ചടങ്ങായി സംഘടിപ്പിക്കപ്പെടുന്നതും ആദ്യം. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഇതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. മാത്രമല്ല കിഫ്ബി സ്വപ്നം തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കിഫ്ബിയുടെ നേട്ടം പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിച്ചുവെന്നാണ് കോടിയേരി അഭിപ്രായപ്പെട്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിദേശ വിപണിയിൽ നിന്ന് ധനം സമാഹരിക്കുക എന്ന വികസന കാഴ്ചപ്പാട് എത്ര ദീർഘവീക്ഷണത്തോടെ ഉള്ളതാണ് എന്ന് കേരളത്തിന്റെ സാധാരണക്കാരനും ഒപ്പം സമ്പദ് മേഖലയിൽ ഇടപെടുന്നവരും കൃത്യമായി പരിശോധിക്കട്ടെ. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന് തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്തത്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.